इन प्रश्नों के उत्तर लिखिए। बसंतकाल की धूप की विशेषताएं क्या क्या है? ഗുൻഗുനി ധൂപ്പ് ഹെ, മിന്നുന്ന വെയിലാണ്, നല്ല പ്രകാശം ഉണ്ടാവും. ഹിമാലയ പർവ്വത പ്രദേശത്തിൽ 6 മാസത്തിലധികം തണുപ്പ് ആണ് ഉണ്ടാവുക. മഞ്ഞും തണുപ്പും അന്യോന്യം കാണൂല, സൂര്യനെ കാണൂല, ഇരുട്ടായിരിക്കും അല്ലേ, ഒരു മങ്ങിച്ചായിരിക്കും. പക്ഷേ വസന്തകാലത്തും അതുപോലെ ഗ്രീഷ്മകാലത്തും, വസന്തകാലത്ത് സൂര്യൻ തെളിയാൻ തുടങ്ങും, ഗ്രീഷ്മകാലാകുമ്പോഴേക്ക് നല്ല തെളിച്ചം ഉണ്ടാവും. അതാണ് ഗുൻഗുനി ധൂപ്പ്, തിളങ്ങുന്ന വെയിൽ, मिन्नुन्न वेल. धूप तपते समय हिमालय के शिखरों पर क्या परिवर्तन आता है? വെയിൽ തിളക്കാൻ അല്ലെങ്കിൽ തെളിയാൻ തുടങ്ങുന്ന സമയത്ത് ഹിമാലയത്തിലെ ശിഖരങ്ങളിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാവുന്നത്, മാറ്റമാണ് ഉണ്ടാവുന്നത്? ബുരാംസ് കെ ഫൂൾ ചടക്കനെ ലഗ്തേ ഹേ. നമുക്ക് വേറെയും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. എന്താണ്? ബർഫ് പിഘൽത്തേ ഹേ, മഞ്ഞുരുകാൻ തുടങ്ങുന്നു. ഗ്രീഷ്മകാലത്ത് മഞ്ഞുരുകാൻ തുടങ്ങുന്നു. പിന്നെ ഹിമാലയക്കെ ഠലാനോമേം, ഹിമാലയത്തിലെ പർവ്വതങ്ങളുടെ ഠലാൻ ചെരിവുകളിൽ ബുരാംസ് കെ ഫൂൾ ചടക്കനെ ലഗ്തേ ഹേ, ചടക്കന ഖിൽന വിടരുക. बुराम्स माने क्या है? बुराम्स एक प्रकार का हिमालय फूल है. इसका रंग क्या है? लाल रंग है. तपता सूरज, इसमें विशेषण शब्द कौन सा है? ഇതിലെ സൂര്യനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ചൂട് പിടിച്ച, തപ്ത അല്ലെ, അതാണ് വിശേഷൺ ശബ്ദം. ബുരാംസ് കെ ഫൂൽ കബ് കിൽത്തെ ഹേ? ഗ്രീഷ്മ കെ ശുരുവാത്ത് മേ, ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ തുടക്കം. ബുരാംസ് കെ ഫൂൽ ഖിൽത്തെ ഹേ. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालय शिखरों पर बुराम्स चटकने लगते हैं. यहाँ क्या बताया गया है? प्राकृतिक सुंदरता का चित्रण किया है. प्राकृतिक എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ ചിത്രണം. ഋതുവോं के बदलने का सुंदर चित्रण किया है. ഋതുക്കൾ മാറുന്നു. വസന്തകാലം കഴിഞ്ഞ് ഗ്രീഷ്മം തുടങ്ങുന്നതിൻ്റെ ആ മാറുന്നതിൻ്റെ സുന്ദരമായ ഒരു വർണ്ണനയാണ് ഈ വാക്കുകളിൽ ഉള്ളത്. ബസന്ത് കി ഗുൻഗുനി ധൂപ്പ് ജബ് ദോപഹരി മേൻ തപാനെ ലഗ്തി ഹേ എന്നുള്ളത് ഋതുക്കൾ മാറുന്നതിൻ്റെ സൂചനയാണ്, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. പ്രാകൃതിക് സുന്ദരത കാ ചിത്रण किया है, ऋतुओं के बदलने का सुंदर चित्रण किया है. इनी അടുത്തത്, इन वाक्यों द्वारा प्राकृतिक सुंदरता का कैसा चित्र उभर आता है? प्राकृतिक सुंदरता का सुंदर चित्रण किया है, ऋतुओं के बदलने का भी सुंदर चित्रण किया है. मार्च अप्रैल माह में बुराम्स के पेड़ों पर लाल सुर्ख रंग के फूल खिलकर पहाड़ों पर शानदार लालिमा बिछा देते हैं. അടുത്തത്, इस लेख में प्राकृतिक सुंदरता के प्रसंग और कहां कहां है? ഇങ്ങനെ പ്രകൃതി സൗന്ദര്യത്തിന്റെ വർണ്ണന മറ്റെവിടെയൊക്കെ ഉണ്ട്? मकर संक्रांति के बाद सूरज पंजाचूली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. ഇപ്പോൾ പ്രകൃതി സൗന്ദര്യം വർണ്ണിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാദി कहती थी कि जेठ तक सूरज हर सुबह 42 बार छलांग मारती है. ആലോചിച്ച് നോക്ക്, സൂര്യൻ ഓരോ ചാൺ വീതം ചാടുന്നു അല്ലേ. അപ്പോൾ അതൊരു സൗന്ദര്യത്തിന്റെ വർണ്ണന, പ്രകൃതിയിൽ കാണുന്ന ഒരു അത്ഭുതം അല്ലേ. അടുത്തത്, सूरज पंजाचूली से खिसक कर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में फ्योमली के पीले फूल खिलने लगते हैं. पहाड़ी ढलानों पर खूबसूरती से कटे सीटी नुमा खेतों में गेहूं की हरियाली के बीच सरसों की पीलाई पसर जाती है. ഇനി ബസന്ത് ബൗരാനെ ലഗ്തി ഹേ, വസന്ത ഉന്മത്തമാവുന്നു, അതിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയിലേക്ക് ഉയരുന്നു അല്ലെ, ഉച്ചസ്ഥായിയിലെത്തുന്നു അല്ലെ, വസന്തത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹേ. बसंत में संगीत के सुर खुल जाते हैं. गंगा में पानी की धारा तेज हो जाती है. पशुचारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सरपीली सड़क पर हलचल बढ़ जाती है. हिमालय अपनी जगह मौजूद है और सूरज मुस्तैदी से अपनी यात्रा कर रहा है. जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന വാക്കുകളാണ്. ഇനി ग्रीष्मकाल में गंगा नदी में पानी की धारा तेज എന്ന് പറഞ്ഞാൽ സ്പീഡ് ഹോ ജാനെ കാ കാരണം ക്യാ ഹെ? വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടാൻ കാരണം എന്താണ്? അതും വേനൽക്കാലത്ത്. നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലത്ത് നദികളിൽ വെള്ളം കുറഞ്ഞു വരുവായി അല്ലെ, ഒഴുക്ക് നിൽക്കും
അല്ലേ? എന്നാൽ ഇവിടെയോ ഗംഗാനദിയിൽ വെള്ളത്തിന് ശക്തി, ഒഴുക്കിന് ശക്തി കൂടും, വെള്ളം പൊന്തി പൊന്തി വരും വേനൽക്കാലത്ത്. എന്തുകൊണ്ട്? ഗ്രീഷ്മകാലമേ സൂരജ് കി കിരണോങ്കെ താപ്പ് മേം, താപ്പ് എന്ന് പറഞ്ഞാൽ ചൂട്, ഹിമാലയക്ക് ബർഫ് പിഘൽത്തി ഹെ, ഹിമാലയത്തിലെ ബർഫ് മഞ്ഞുകട്ടകൾ പിഘൽത്തി ഹെ ഉരുകുന്നു, ഔർ ഗംഗാ നദി മേം പാനി കി ധാര തേസ് ഹോ ജാത്തി ഹെ. ഇപ്പം നമ്മൾ കുറച്ചു കൊല്ലം മുമ്പേ ഉത്തരാഖണ്ഡിൽ ഒരു വലിയ പ്രളയമുണ്ടായി, മഴ പെയ്തിരുന്നു അല്ലേ, എന്നിട്ട് അവിടെ ഒരു വലിയൊരു മഞ്ഞ് തടാകത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് അത് പൊട്ടി. അത് മഴക്കാലത്തായിരുന്നു, അത് കനത്ത മഴ ഉണ്ടായിരുന്നു. അതുപോലെ വേനൽക്കാലത്തും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. പശുചാര കബ് ബർഫീലെ ഇലാക്കോം സെ നിച്ചല ഇലാക്കാമേ ഉതർത്തെ ഹെ, എപ്പോഴാണ് ഈ പശുക്കളെ, അതായത് മൃഗങ്ങളെ, ആട്ടിടയന്മാർ മഞ്ഞ് പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത്? ठंड के मौसम में पशुचारक बर्फीले इलाकों से निचले इलाकों में उतरते हैं. पशुचारक ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरने का कारण क्या है? അപ്പോൾ ഹിമാലയത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ പശുചാരക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്താണ്? पशुचारक हिमालय के ऊंचे इलाकों में रहने वाले हैं. ठंड के मौसम में वहाँ बर्फ से टकने के कारण रह नहीं सकता. അപ്പോൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടുമ്പോൾ അവിടെ താമസിക്കാൻ പറ്റൂല അല്ലേ, തണുത്ത് മരവിച്ച് പോവും. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, താഴേക്കും മേലേക്കും ഇറങ്ങി പോകാൻ പറ്റൂല. इसलिए पशुचारक ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरते हैं. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് വീണ് മൂടുമ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിൽ താരതമ്യേന തണുപ്പ് കുറവായിരിക്കും, അതുകൊണ്ടാണ് അവിടത്തേക്ക് വരുന്നത്. പശുചാരക് കബ് അപ്നെ ഘർ ലൗട്ട്തേ ഹേ? ഗ്രീഷ്മ കെ ശുരുവാത്ത് മേ, വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ, ശുരുവാത്ത് ആരംഭം. പശുചാരക് അപ്നെ ഘർ ക്യോ ലൗട്ട് ജാത്തേ ഹേ? അപ്പോൾ ഇവർക്ക് പശുചാരകന്മാർക്ക് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങേണ്ട ആവശ്യം എന്താണ്? പശുചാരക് ഹിമാലയക്ക് ഊഞ്ചെ ബർഫീലെ ഇലാക്കോ മേ രഹനെ വാലെ ഹൈ. वे भेड़ बकरियां घोड़े खच्चर आदि के पालन करके अपना जीवन बिताते हैं. बर्फीले मौसम में ऊंचे बर्फीले इलाकों में रह नहीं सकता, इसलिए वे अपने जानवरों के साथ नीचे उतरकर महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकते हैं. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. वे जानवरों के साथ कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. अपने घर के लिए उपयुक्त चीज़ें भी गांवों से खरीदते हैं. അപ്പോൾ ഏകദേശം ഒരു 6 മാസം നല്ല കാലാവസ്ഥ കിട്ടുമ്പോൾ ഹിമാലയത്തിൻ്റെ ഉയർന്ന കൊടുമുടി പ്രദേശങ്ങളിൽ ഇവർ താമസിക്കും. പിന്നത്തെ 6 മാസം താഴ്ന്ന പ്രദേശങ്ങളിൽ നാടോടികളെ പോലെ ചുറ്റിക്കറങ്ങും. लौटते समय पशुचारक क्या क्या करते हैं? महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. वे गीत गाते हैं, नाचते हैं. പശുചാരക് കിൻ കിൻ ജാനുവരോं പാലൻ करते हैं? ഏതൊക്കെ മൃഗങ്ങളെയാണ് ഈ പശുചാരക്ക് വളർത്തുന്നത്? भेड़ बकरियां घोड़े खच्चर आदि के पालन करते हैं. इनके संरक्षण के लिए कुत्तों को रखते हैं. पशुचारक बर्फीले मौसम में क्यों निचले इलाकों में आते हैं? अपने जानवरों को चराने के लिए. बर्फीले मौसम में ऊंचे हिमालयी इलाकों में सर्दी എന്ന് പറഞ്ഞാൽ തണുപ്പ് के कारण, सर्दी के कारण बर्फ गिरती है, മഞ്ഞ് വീഴും. इस समय वहाँ रह नहीं सकता, इसलिए निचले इलाकों में आते हैं. पशुचारक क्या केवल जानवरों को चराने के लिए आते हैं? ഈ മൃഗങ്ങളെ മേയ്ക്കാൻ മാത്രമാണോ വരുന്നത്? അല്ല അല്ലേ, തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും കൂടിയാണ്. പിന്നെയോ നഹീം रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. वे जानवरों के साथ कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. अपने घर के लिए उपयुक्त चीज़ें गांवों से खरीदते हैं. അപ്പോൾ 6 മാസം തണുപ്പ് ഉള്ള സമയത്ത് ഇവർ താഴേക്ക് വരും. എന്നിട്ട് പിന്നെ 6 മാസം തങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിൽ, ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങും അല്ലേ, കുറച്ച് സാധനങ്ങൾ വിൽക്കും. पशुचारकों का लेन देन क्या है? वे जानवरों के साथ कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ बेचते हैं.
अपने घर के लिए उपयुक्त चीजें गांवों से खरीदते हैं। पशु चारे किन किन हिमालयी जड़ी व औषधियां बेचते हैं? कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियां बेचते हैं। पशुचारकों का इन गांवों से कैसा रिश्ता है? सदियों से लेन देन का रिश्ता है, इसीलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता। बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है। आपसी विश्वास के दम पर वर्षों से हम यह लेन देन चल रहा है।